ഹലോ, എവിടേക്കാണ്? എവിടേക്കാണ്? തൊപ്പി തന്നെ. എവിടേക്കാ? കോയമ്പത്തൂരിലേക്കാ? ഇഷ യോഗ സെന്ററിലേക്കാണ് പോണ്? ആദിയോഗിനെ കാണാൻ ആണോ? ഇപ്പത്തെ നമ്മൾ ടൂർ പോകാൻ തുടങ്ങിയിരിക്കല്ലേ? ഞങ്ങള് കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കോയമ്പത്തൂരിലേക്ക് ഇനി 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കേരളം പിന്നിട്ടു. ഇതാണ് ഇഷ ആശ്രമത്തിലെ ഗാന്ധിലിംഗത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇന്നിവിടെ നല്ല തിരക്കാണ്. ഈ ശബരിമല സീസൺ ആയതുകൊണ്ടോ ഇത്രയും തിരക്ക്. ഇതെല്ലാം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ വണ്ടികളാണ്. അവരുടെ സ്വാമിമാരുടെ വണ്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ ഞായറാഴ്ചയും കൂടിയാണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഒരേ നിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞ കുറേ കുട്ടികൾ ഏതോ സ്കൂളിൽ നിന്ന് ഇഷ കാണാൻ വന്നവരായിരിക്കും. വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ആദിയോഗി സ്റ്റാച്യുവിൻ്റെ മുന്നിലേക്ക് കുറേ നടക്കണം. ടൈൽസ് പതിച്ച നടപ്പാതയാണ്. ഏകദേശം ഒരു 150ഓളം മീറ്റർ ദൂരം നടക്കണം. അപ്പോഴാണ് സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. എത്ര ആൾക്കാർ വന്നാലും ഹാൾട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ഇനി ഇപ്പുറത്തും ആവശ്യം വന്നാൽ അതേപോലെ സൗകര്യമുണ്ട്. ആ കാണുന്നതാണ് വെള്ളിയങ്കിരി മല. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അവിടേക്ക്. എല്ലാ പൗർണമി ദിനങ്ങളിലും ഇവിടുന്ന് അങ്ങോട്ടൊരു യാത്രയുണ്ട് അത്രേ. അങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദിയോഗിയുടെ പ്രതിമയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദിയോഗി ദിവ്യ ദർശനം. എല്ലാ ദിവസവും 7 മണിക്കാണ്. ആദിയോഗി ദിവ്യ ദർശനം ഈസ് എ പ്രൊഫൗണ്ട് ഡിപിക്ഷൻ ഓഫ് ആദിയോഗിസ് അൺപാരലൽഡ് കോൺട്രിബ്യൂഷൻ ടു ഹ്യൂമാനിറ്റി, ദ സയൻസ് ഓഫ് യോഗ. വിറ്റ്നസ് വണ്ടറസ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഹിയർ. അപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക്. ഒരു പ്രത്യേക അനുഭവമാണെന്നാണ് അത് കണ്ട ആൾക്കാർ പറയുന്നത്. ഞങ്ങൾ ഒരു ദിവസം ഇത് കാണാനായിട്ട് വരുന്നുണ്ട്.
ഇനി ഇവിടെ എല്ലാ ഭാഷയും കേൾക്കാം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ എല്ലാ ഭാഷകളും ഇവിടെ നമുക്ക് പല സമയങ്ങളിൽ കേൾക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വരുന്ന ആന്ധ്രയിൽ നിന്നും അതുപോലെ തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെയാണ്. കോയമ്പത്തൂർ വഴി ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്രയും വണ്ടികൾ കാണുന്നത്. ആ വണ്ടികളെല്ലാം ആന്ധ്ര രജിസ്ട്രേഷനാണ്. ഇഷ യോഗ സെൻ്ററിലെ പ്രധാന അട്രാക്ഷൻ ആദിയോഗിയുടെ ഈ പ്രതിമയാണ്. പൂർണ്ണമായും വെങ്കലത്തിൽ തീർത്ത ഒരു പ്രതിമയാണ് ഈ ആദിയോഗി സ്റ്റാച്യു. ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും ഇത് തന്നെയാണ്. ആദിയോഗി എന്നാൽ ശിവനാണ്. അടിയാണ് ഈ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ്. ഈ ആദിയോഗി സ്റ്റാച്യു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളത് ഇവിടുത്തെ കാളവണ്ടി യാത്രയാണ് മറ്റൊരു അട്രാക്ഷൻ. ഇവിടുത്തെ കാളവണ്ടിയിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇഷയിലെ ധ്യാനലിംഗിലേക്ക് പോകാനാണ് നമ്മൾ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അടക്കാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാലും അത് ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവർ ഞങ്ങളോട് ഏത് വണ്ടിയിലാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു മാട്ടുവണ്ടിയിൽ നിന്ന്. ഇത് ബാറ്ററി വണ്ടി, അത് രണ്ടും മാട്ടുവണ്ടി. മാറി നിൽക്കും, മാട് വരുന്നു. പേടിക്കുന്നു വേണ്ട, എന്നതിന് പേടിക്കുന്നത്? ആ കൂടിയിൽ വെക്കുന്നു, ബാഗ് കൂടിയിൽ വെക്കുന്നു. ആ അത് ലഗേജ് വെക്കാനുള്ള സ്ഥലമാണേ, ലഗേജ് വെക്കാനുള്ള സ്ഥലമാണ്. കൂടിയിൽ വെക്കുക, കയറി നിൽക്കുന്നോ? പശുവൊന്നും വേഗമില്ല. അത് കാളന്. முன்னாடி போயிட்டாங்க அந்த மாதிரி டிக்கெட் കുട്ടീനെ മുറുക്ക പിടിക്കാം. പിള്ളേർന്നിട്ട മടിയിൽ നിന്നിട്ട് വണ്ടി സ്റ്റാർട്ടായി. ഓ, ഈ കാള നമ്മുടെ വണ്ടി പിന്നിൽ കയറി കെട്ടിട്ടാ വരുന്നില്ലേ? അങ്ങനെ നമ്മുടെ വണ്ടിയാണ് ഇനി വലിച്ചോണ്ട് പോകുന്നില്ലേ? അതാണ് അത് വന്നിട്ട് ഇതാ നിറയെ വണ്ടികളെത്തി. ഇതാ എത്ര വണ്ടികളെ നോക്കിയേ. ഇതാ ഇത് ലേഡീസ് വണ്ടി, അപ്പുറത്ത് വേറെ രണ്ടെണ്ണം. ഇതാ ഇവിടെ കാളവണ്ടികൾ മാത്രമല്ല, ബാറ്ററി കൊണ്ട് ഓടുന്ന വണ്ടികളുമുണ്ട്. ആ എന്തെല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവര്. അവര് വടിയെടുത്തിട്ട് ഓടിച്ചു വിട്ടു.
ഇതൊക്കെയാണ് ഇത് രണ്ടെണ്ണം മത്തേനെയും കൂടി വെച്ചോണ്ടാക്കുന്നത്. കാളവണ്ടി യാത്ര ഇവിടെ അവസാനിക്കുന്നു. ആ കാണുന്ന വലിയ മതിലിനകത്താണ് ഗാന്ധിലിംഗം. അവിടേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാരണം അവിടെയുള്ള യാതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.